ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നത് അതിഗംഭീരമായൊരു കൗതുകം നിറഞ്ഞൊരു മൂവിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ മലയാളക്കരയിൽ ഈ സീക്വലായിട്ട് വന്നുള്ള എല്ലാ മൂവികളും, ഇപ്പം നമ്മുടെ ആടാണെങ്കിലും വാഴയാണെങ്കിലും ഇപ്പോൾ മോഹിനിയാട്ടമാണെങ്കിലും എല്ലാം അടിച്ച് കയറി നിൽക്കുകയാണ്. ഇപ്പോൾ വാഴയും നമ്മുടെ ആടൊക്കെയാണെങ്കിൽ 100 കോടിയൊക്കെ കടന്ന് അതിഗംഭീരമായി ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന എന്താ പറയുക, ഒരേ ഒരു 8ാം ക്ലാസ്സുകാരൻ നമ്മുടെ ജോർജ് കുട്ടിയുടെ വരവാണ്. ഈ മെയ് 21 ഇദ്ദേഹം കൂടി വന്നു കഴിയുമ്പോൾ, ഈ സീക്വലും കൂടി വന്നു കഴിയുമ്പോൾ ഒരു തീരുമാനമാവും. കാരണം സീക്വലുകളിലെ ഒരു ഏറ്റവും വലിയ രാജാവ് എന്നതിലേക്ക് മാറും. കാരണം ആ ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് പറയുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന നടന് വെറും ഒരു ഹര മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സാധനമൊന്നും അദ്ദേഹത്തിനില്ല. കാരണം റെക്കോർഡുകൾ ഇടാനും ബ്രേക്ക് ചെയ്യാനൊക്കെ അദ്ദേഹത്തിനെ കണ്ട് കഴിയത്തുള്ളൂ ഉള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം 2 പ്രാവശ്യം വന്ന് ചരിത്രം കുറിച്ച വ്യക്തിയാണ്. ആദ്യ ചരിത്രം ഉണ്ടാക്കി 50 കോടി എന്ന ഏറ്റവും വലിയ മാജിക് വേർഡ്, മാജിക് കൗണ്ട് എന്ന അതിലേക്ക് എത്തുകയും വൻ വിജയമായി മാറി ദൃശ്യം ഫസ്റ്റ്. സെക്കൻഡ് വരുമ്പോഴേക്കും ഒരു കോവിഡ് എന്ന ഒരു വിപത്ത് വന്ന കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഈ ലോകത്തിലെല്ലാവരും ഈ സിനിമ കണ്ട് ഞെട്ടി ധരിച്ചു പോയൊരു അവസ്ഥയുണ്ടായി. കാരണം അതാണ് ദൃശ്യം 2ൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത്. ഇനി വരാൻ പോകുന്ന ദൃശ്യം 3 ആണ്. ദൃശ്യം 3യുടെ മെയ് 21 ഈ രണ്ടാമത്തെ ഇതൊരു സീക്വൽ വരുന്നതിൻ്റെ ഉണ്ടല്ലോ, അതിൻ്റെ രാജകീയമായുള്ളൊരു എഴുന്നള്ളിപ്പ്, നമ്മുടെ ഈ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ വരുന്ന പോലെ ഒരു വരവ് വരും. ആശാൻ വന്നുകൊണ്ട് ഈ കാണുന്ന എല്ലാ റെക്കോർഡുകളും തകർത്തെറിഞ്ഞിട്ട് പോവും. അതാണ് മോഹൻലാൽ എന്ന 8ാം ക്ലാസ്സുകാരൻ, ഈ ജോർജ് കുട്ടി എന്ന ക്യാരക്ടറിലൂടെ മോഹൻലാൽ ചെയ്യാൻ പോകുന്ന കാര്യം. എന്തായാലും നമ്മൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരു സിനിമയും കൂടി ആയതുകൊണ്ട് ജിത്തു ജോസഫിനെ പറയേണ്ടത് നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷനില്ല, വളരെ നോർമലായിട്ടുള്ള സ്റ്റോറിയാണ് വരാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെ പറയുമ്പോൾ തന്നെ എന്തൊക്കെയോ ഒന്ന് ഒളിഞ്ഞ് കിടക്കുന്നുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. കാരണം ഒരുപാട് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലും കമൻ്റ് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രേക്ഷകർ പ്രതീക്ഷിക്കും. അങ്ങനെ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ ഈ സിനിമ അതിനോ നമ്മളൊരു പ്രേക്ഷക നിലയിൽ അവർ പ്രതീക്ഷിക്കുന്ന ആ രീതിയിലേക്ക് വളർന്നില്ലെങ്കിൽ പടം ഫ്ലോപ്പാവുന്നതിന് വഴിയില്ല. എന്നാലും ആ ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലെന്ന് പറഞ്ഞ് കമൻ്റ് അടിക്കാൻ തുടങ്ങും. അപ്പോൾ അതിന് വേണ്ടി അവർ പറഞ്ഞൊരു കമൻ്റാണ്, ഈ പടം വളരെ നോർമലാണ്, ഓർഡിനറി സ്റ്റോറിയാണ്, വളരെ ഒന്നുമില്ല, വളരെ ക്ലാസിക്കൽ മൊമെൻ്റാണ്, ഒരുപാട് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇത് തന്നെയാണ് ഇയാൾ പണ്ടും പറഞ്ഞു, രണ്ടാമത്തെ ഇറങ്ങുമ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞു. പക്ഷേ എന്നിട്ടോ മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്തുപോലൊരു ക്ലൈമാക്സും ചെയ്തു, മനുഷ്യൻ പീരിപറ്റി പോലെ അങ്ങനെ ആ ഒരു ക്ലൈമാക്സോടുകൂടി നമ്മുടെ ഞെട്ടിത്തായിരിക്കും ഇതുവരെ മാറിയില്ല. ഇപ്പോഴും ആ സിനിമയുടെ ഓരോ സീൻസ് കാണുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റ്, ഒരു ഫ്രഷ്നെസ് പറഞ്ഞാൽ ആ സിനിമയിലുണ്ട്. ആ ഒരു ഫ്രഷ്നെസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ശരിക്കും ഒരു പക്ഷേ ഈ ദൃശ്യം 2 ഇത്രയും അധികം നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനൊക്കെ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓരോ നമ്മുടെ യൂട്യൂബിലൊക്കെ വരുമല്ലോ, ഓരോ 15 മിനിറ്റ് 12 മിനിറ്റ് കഴിഞ്ഞിട്ട് വരുമല്ലോ, അതിൻ്റെ ഒരു 100 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാധനം എന്ന് ചെയ്ത് മോഹൻലാൽ എന്ന ആക്ടർ അവിടെ അഴിഞ്ഞാട്ടം നടത്തുന്ന രീതി ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ഇഷ്ടം. പിന്നെ അതിന് മറ്റേ മുരളി ഗോപി അയാളുടെയൊക്കെ ഒരു അഭിനയം വളരെ രസമുള്ള പരിപാടിയാണ്. പക്ഷേ ആ ഒരു ആൻറ്റി ഹീറോ ആയിട്ട് അദ്ദേഹം നിൽക്കുന്നതൊക്കെ ഭയങ്കര രസമാണ്. പക്ഷേ അത് തന്നെയാണ് ഒരു ഹൈലൈറ്റ്. പക്ഷേ ഇതിലൊരു വില്ലൻ വരുമ്പോൾ ഞാൻ ആര് വരും എന്ന് നോക്കുകയാണ്. പക്ഷേ ഇപ്പം മുരളി ഗോപി തന്നെ ആയിരിക്കാനുള്ള ചാൻസ് ഉള്ളൂ, കാരണം വേറെ ഒന്നുമില്ല. എന്തായാലും പടം ഒരു കിടുകിടുക്കാച്ചിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ജോർജ് കുട്ടി പറയുന്നത് ഒരു വലിയൊരു ബ്രാൻഡാണ്. ഇപ്പോൾ 8ാം ക്ലാസ്സുകാരൻ്റെ കുരുട്ട് ബുദ്ധിയിൽ ഇല്ലേ, ഒരു സിനിമാ പ്രേമിയായിട്ടുള്ള 8ാം ക്ലാസ്സിൻ്റെ കുരുട്ട് ബുദ്ധി എങ്ങനെയൊക്കെ അദ്ദേഹത്തിൻ്റെ ഫാമിലി സഹായിക്കുക എന്നാണ് ഈ സിനിമയുടെ ഇതിവൃത്തമെന്നെങ്കിലും പടം കയറി കൊടുത്താൽ പോകുന്ന രീതി വേറെ. ചിലപ്പോൾ ഞാൻ വരുണിനെ തിരിച്ചു കൊണ്ടുവരുമോ, ഇനിയിപ്പോൾ ഇതിലേക്ക് മമ്മൂട്ടി എന്ന വലിയൊരു നായകൻ വരാൻ പോകുകയാണോ ഒന്നും അറിയില്ല. കാരണം എല്ലാം ഒരു ഹിഡൻ പരിപാടിയാണ് നടത്തി വെച്ചിരിക്കുന്നത്. ഈ സിനിമയെക്കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്നേ ഉള്ളൂ, അത് റിലീസ് ഡേറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു കാര്യമില്ല. ഇവരെന്താ പറയുക, ഇനി ടീസർ വരണം, ട്രെയിലർ വരണം, ഇതൊക്കെ വരാണ്ട് ഇതൊക്കെ ഞാൻ എപ്പോൾ വരും എന്ന കാര്യത്തിന് യാതൊരു അറിവുമില്ല. എന്തെങ്കിലും ഒന്ന് വന്ന് കാണിച്ചാലേ നമുക്ക് വല്ലതും തിരിയാൻ പറ്റുള്ളൂ. പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല. നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിങ്ങനെ ഒരുപാട് ആങ്സൈറ്റി നിർത്തുക. എന്തായാലും സിനിമ വരുമ്പോൾ മോഹൻലാൽ എന്ന വ്യക്തിയുടെ ഒരു അതിഗംഭീരമായൊരു സിനിമയായിട്ട് മാറുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഒരു ചെറിയൊരു ക്ഷീണമുണ്ട്, ലൂസിഫർ വന്നപ്പോൾ ഒരു ക്ഷീണമുണ്ടായിരുന്നു, അത് നമ്മൾ മാറ്റി നമ്മുടെ പിന്നെ തുടരുമെന്ന് ഇപ്പോൾ അതിൻ്റെ ഇത് കഴിയുമ്പോഴേക്കും തന്നെ അടുത്തതായിട്ട് അതിമനോഹരമായ സിനിമയും കൂടി വരുന്നതോടുകൂടി മോഹൻലാൽ എന്ന വ്യക്തിയുടെ ക്ലാസിക് സിനിമകൾ വരാൻ തുടങ്ങി എന്ന രീതിയിലേക്ക് പോകും. കാരണം മമ്മൂട്ടിയാണ് ഒരു ഭാഗത്ത് നിന്ന് തകർത്താടിക്കൊണ്ടിരിക്കുന്നത്, ഇൻ്റർനാഷണൽ ലെവലിലേക്ക് അത് ഹിറ്റ് അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇനി മോഹൻലാലും കൂടി വരുമ്പോൾ ആ ഒരു പിന്നെ മലയാളത്തിൻ്റെ ആ സിനിമ എന്ന് പറയുന്നത്, ഇൻഡസ്ട്രി പറയുന്നത് ഇങ്ങനെ നെട്ടും തോന്നി എല്ലാ ഇൻഡസ്ട്രി മുന്നിൽ ഇങ്ങനെ ഇടിച്ച് നിൽക്കും. 2 കടാകടയും ബിഗ് എംഎംസ് ഉണ്ടല്ലോ, 2 തോളിലും ചീറ്റിലാണ് മലയാളം മൂവി നിൽക്കുന്നത്. മലയാളം മൂവിയുടെ നെടുന്തൂണ് തന്നെ ഈ 2 പേരാണെന്നുള്ള കാര്യം നമുക്ക് പറയിപ്പിക്കുക അവരെ കൊണ്ട്. അതാണ് മലയാള സിനിമ. എന്തായാലും ഈ ഒരു സിനിമ നമ്മുടെ ഈ 8ാം ക്ലാസ്സുകാരൻ്റെ ഈ ഒരു വരവ്
ചരിത്രപരമായൊരു വരവേദനയായി മാറുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല, നിങ്ങൾക്കും ഉണ്ടാവില്ല. കാരണം അത്ര മനോഹരമായിട്ടുള്ള ഒരു ഫിലിം മേക്കറാണ് നമ്മുടെ സ്വന്തം ജിത്തു ജോസഫ്. അദ്ദേഹത്തിന് അറിയാം എവിടെ എവിടെ കുത്തിയാൽ എവിടെ എന്ത് ചെയ്യണമെന്നറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു പൾസ് അറിഞ്ഞിട്ടൊരു ഡയറക്ടറും കൂടിയാണ് ജിത്തു ജോസഫ്. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്ന ഒരു സാധനവും പിന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നു, പിന്നെ അവസാനം വെച്ച് നമ്മളൊന്ന് എന്താ പറയുക, പിന്നെ നമ്മൾ പെട്ടെന്ന് ഞെട്ടിപ്പിക്കാനുള്ളൊരു സാധനം അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരിക്കും. അതായത് ഈ സിനിമയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു സിനിമ വരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. കാരണം ഈ ഒരു സിനിമയിലൂടെ മലയാളത്തിൽ വീണ്ടും ഒരു ചരിത്രം എഴുതാൻ ചടങ്ങായി മാറട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം മമ്മൂട്ടി മോഹൻലാലും ചിലപ്പോൾ ഇതിലുണ്ടാവുമോ, മോഹൻലാൽ ഓൾറെഡി ഉണ്ട്, എന്നാലും മമ്മൂട്ടി എന്ന വ്യക്തിയിൽ വരുമോ, ഒരു റൂമേഴ്സൊക്കെയാണ്. ചിലപ്പോൾ വന്നാൽ പടം ഒന്നുകൂടി അടിച്ച് കയറും എന്നേ പറയാൻ പറ്റുള്ളൂ അല്ലേ, വേറെ ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും വീണ്ടും വീണ്ടും സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന വിധത്തിലേക്ക് ഈ സിനിമയുടെ വിജയമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ദൃശ്യം പറഞ്ഞതിൽ നമ്മളെ ഈ ലോക സിനിമകളെല്ലാം തന്നെ കണ്ട ഒരു സിനിമയും കൂടിയാണ്. മറ്റു സിനിമകൾ മലയാളത്തിൽ കണ്ടിട്ടുണ്ട്, അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഇപ്പോൾ. എന്നിരുന്നാലും ദൃശ്യം പോലുള്ള സിനിമ മറ്റു ഭാഷകളെല്ലാം അതിൽ കടന്ന് പിന്നെ ഏതോ ജപ്പാനോ കൊറിയയിലൊക്കെ പോയിട്ട് ഈ സിനിമ റീമേക്ക് ചെയ്ത് അവരെന്ത് കണ്ട് റീമേക്ക് ചെയ്തെന്നൊക്കെ പറയണം. എന്തായാലും എന്ത് തന്നെയായാലും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ സിനിമയാണല്ലോ, നമ്മുടെ സിനിമകൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആവുന്നുണ്ടെങ്കിൽ ആവട്ടെ. നമ്മൾ മറ്റു സിനിമകൾ മാത്രം കണ്ടാൽ പറയല്ലോ. ഇപ്പോൾ കൊറിയൻ സിനിമ മാത്രം നമ്മൾ കണ്ട് എത്ര ഇൻസ്പയർ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്, അതുമില്ല. അപ്പോൾ എന്തായാലും ഈ സിനിമ അങ്ങനെ ഒരു വിജയം കൂടി കൈവരിച്ചതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഈ ഒരു സിനിമയോടുകൂടി മലയാള ചരിത്രം വീണ്ടും കുറിക്കും, ഇന്ത്യൻ സിനിമ നെട്ടിത്തരിക്കും, തരിപ്പിക്കും ജിത്തു ജോസഫ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും പുതിയൊരു അപ്ഡേറ്റുമായി വരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ബൈ, സീ യു.